ഇന്ന് നമുക്ക് ഫുട്ബോൾ ചിക്കൻ ഉണ്ടാക്കാം. അതിനായിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവരണം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 സ്പൂൺ ഉപ്പ്, 1 മുട്ടയുടെ മഞ്ഞ, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കൈ നിറച്ച് മല്ലിയില, ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് നാടൻ മസാലാസൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് നിങ്ങൾക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. കൂടുതൽ ചേർക്കരുത്, ഇത് ഹാർഡായി പോകും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് നല്ല സ്റ്റിക്കി ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു 10-15 മിനിറ്റ്. അപ്പോഴേക്കും അതൊന്ന് ഹാർഡായിട്ട് വരും. ഇനി നമുക്ക് വൈറ്റ് ബ്രെഡിന്റെ സൈഡ്സ് ഒക്കെ കളഞ്ഞിട്ട് അതിന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി കയ്യിൽ നെയ്യ് തടവിയിട്ട് നമ്മളെ ചിക്കൻ്റെ ബോൾസ് എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടണേ. കുറച്ച് ലൂസായിട്ടായിട്ട് ഇതിരിക്കുക, അത് കുഴപ്പമില്ല. ഇനി നമ്മൾ ബ്രെഡിൻ്റെ ക്യൂബ്സിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊതിഞ്ഞെടുത്തിട്ട് ബാക്കി ക്യൂബ്സ് പറ്റാത്തടത്തൊക്കെ നമ്മൾ ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് പ്രസ് ചെയ്ത് അത് അങ്ങ് അവിടെ സ്റ്റിക്ക് ആയിക്കോളും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ചിക്കനൊക്കെ കുക്കാവാനുള്ളത്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-7 മിനിറ്റ് എടുത്തിട്ട് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. എന്നാലും ഉള്ളൊക്കെ കുക്കായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ പുറം മാത്രം കരിഞ്ഞിട്ട് ഇങ്ങ് വരും. ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. ഇതൊരു മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവറാണ്. ചിക്കൻ കബാബ് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് മസാലാസ് വേണമെങ്കിൽ നാടൻ മസാലാസ് ഒക്കെ ചേർത്തിട്ട് ഒരു നാടൻ ഫ്ലേവറും കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ഫോർ മോർ റമദാൻ റെസിപ്പീസ്. ബൈ.